ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ചെയ്തു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? d square x by dt square plus 2k into dx by dt plus omega naught square is equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കിട്ടിയത്. പിന്നെ നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ ചെയ്തു. s is equal to a e to the power minus k plus root k square minus omega naught square t plus a2 e to the power minus k minus root k square minus omega naught square into t. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റൂട്ട് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ. കെ സ്ക്വയർ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കെ സ്ക്വയർ ഒമേഗ നോട്ട് സ്ക്വയറിനേക്കാൾ കൂടുതലാവാം. കെ സ്ക്വയർ ഒമേഗ നോട്ട് സ്ക്വയർ തുല്യമാവാം. കെ സ്ക്വയർ ഒമേഗ നോട്ട് സ്ക്വയറിനെക്കാട്ടി ചെറുതാവാം. ഈ മൂന്ന് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ പറയുന്നു. മൂന്ന് കണ്ടീഷനാണ് ഉള്ളത്. ആദ്യത്തെ കണ്ടീഷൻ ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ. ആദ്യത്തെ കണ്ടീഷൻ ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ. ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ. ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ. ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ എന്താണ്? ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ കെ സ്ക്വയറിന്റെ വാല്യൂ ഒമേഗ നോട്ട് സ്ക്വയറിനേക്കാളും വലുതാണ്. അവിടെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ കണ്ടീഷൻ എഴുതാം. കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഒമേഗ നോട്ട്. അപ്പോൾ നമുക്ക് എഴുതാം കെ സ്ക്വയറിന്റെ വാല്യൂ ഒമേഗ നോട്ട് സ്ക്വയറിനേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് എഴുതാം റൂട്ട് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എടുക്കാം? നമുക്ക് ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം, ബീറ്റ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ അറിയാം. s is equal to a1 e to the power minus k plus root of k square minus omega naught square into t plus a2 e to the power minus k square root of omega naught square into t. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. k square minus omega naught square വരെ എന്ത് കൊടുക്കണം? ബീറ്റ കൊടുക്കണം. അപ്പോൾ s is equal to a1 e to the power minus k plus k square minus omega naught square വരെ ബീറ്റ into plus a2 e to the power minus k minus beta into t. ഓക്കെ, ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് കിട്ടിയത്. a1 e to the power minus k plus beta into t plus a2 e to the power minus k minus beta into t. ഇനി നമുക്ക് ഇതിനെ നോക്കേണ്ടത് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ബീറ്റ കെയേക്കാളും കൂടുതലാണോ കുറവാണോ? ബീറ്റയുടെ വാല്യൂ എന്താണ്? റൂട്ട് കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ആണ്. അപ്പോൾ കെയുടെ വാല്യൂ എന്താണ്? ബീറ്റയേക്കാളും കൂടുതലാണ്. ബീറ്റയുടെ വാല്യൂ എന്താണ്? കുറവാണ്. അപ്പോൾ ഒരു മൈനസ് കെ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഫംഗ്ഷൻ ആയിട്ട് വരും. ഈ ഫംഗ്ഷൻ നമുക്ക് a2 into e raised to minus k minus beta. ഇത് എന്താണ്? എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ടേം ആണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ്? ഇവിടെ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം അത് എക്സ്പോണൻഷ്യൽ ആയിട്ട് ഡിക്രീസ് ചെയ്ത് നമ്മുടെ മീൻ പൊസിഷനിലോട്ട് വരികയാണ്. അതിന്റെ ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. എക്സ് ആക്സിസിൽ നമ്മുടെ ടൈം, y ആക്സിസിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മളെ ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ നേരത്തെ പഠിച്ചു. നമ്മൾ ഒരു സ്ട്രിങ്ങിലല്ലേ ഇപ്പോൾ റിജിഡ് സപ്പോർട്ടിന്റെ അകത്ത് ഒരു സ്ട്രിങ്ങില് ഒരു മാസ് വെച്ചിട്ട് ഈ മാസ് ഇവിടെ ഓസിലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് എക്സ്റ്റൻഷൻ ചെയ്ത് ഒരു വലിച്ച് നീട്ടി ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ്, അത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഈ ഏരിയയിൽ നമ്മൾ കൊണ്ടെത്തിക്കുമ്പോൾ ഇവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്ത് തുടങ്ങും മുമ്പേ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ ഇവിടെ നിന്ന് പതിയെ ഇവിടെ ഈ മീൻ പൊസിഷന്റെ അകത്ത് ഇതാണ് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ആയി പോകുന്നത്. അതാണ് ഇവിടെ വരയ്ക്കുന്നത്. എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് ഈ കേസിൽ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് ഡിക്രീസ് ചെയ്ത് ടൈമിനനുസരിച്ച് ഡിക്രീസ് ചെയ്ത് ഇവിടെ at t is equal to 0. അപ്പം ഓവർ ഡാംപ്ഡ് കേസിൽ ഓസിലേഷൻ
ഇതിന്റെ ഫംഗ്ഷൻ s is equal to a1 e raised to minus k plus beta into t a2 e to the power minus k minus beta into t. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഓസിലേഷൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല, കാരണം ഒരുപാട് ഫ്രിക്ഷൻ ഉള്ളത് കാരണത്താൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? ഓസിലേഷൻ തുടങ്ങുന്ന മുമ്പ് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. അതിനാണ് നമുക്ക് ഈ കണ്ടീഷൻ പറയുന്നത് ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ. k സ്ക്വയർ greater than omega naught square. K square minus omega naught square is a positive quantity. നമ്മൾ root k square minus omega naught square നെ ബീറ്റ എന്ന് എടുത്തു. നമുക്ക് ഈ സൊല്യൂഷൻ ഇങ്ങനെ കിട്ടും. അങ്ങനെ ആ വരുന്ന കണ്ടീഷനാണ് നമുക്ക് വരുന്നത് ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷൻ. ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷൻ. ഈ ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷൻ എന്താണ്? k സ്ക്വയറിന്റെ വാല്യൂ ഒമേഗ നോട്ട് സ്ക്വയറിന്റെ വാല്യൂ തുല്യമാണ്. അപ്പോൾ k സ്ക്വയർ ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ. അപ്പോൾ k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലേ? k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്. നമ്മൾ സൊല്യൂഷൻ കൊടുക്കുക. അപ്പോൾ സൊല്യൂഷൻ ഇക്വേഷൻ s is equal to a1 e to the power minus k plus root k square minus omega naught square into t plus a2 e to the power minus k minus root k square minus omega naught square into t. ഇവിടെ k square minus omega naught square എന്താണ്? 0. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? s is equal to a1 അല്ലെങ്കിൽ e raised to minus k നമ്മൾ ഇവിടെ എടുക്കാം. e raised to minus kt into a raised to a1 e raised to root k square minus omega naught square into t plus a2 e to the power minus k square minus root square into root into t. ഇങ്ങനെ എഴുതുകയാണ്. ഓക്കെ, ഇതിന് വേണ്ടി നമുക്ക് എന്താണ്? 0 കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? e raised to 0. അപ്പം e raised to minus kt into ഇവിടെ 0 ആയപ്പോൾ a1 plus a2 നെ a1 plus a2. ഇനി നമുക്ക് ഈ a1 plus a2 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ a1 plus a2 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കുക. a1 plus a2 എന്ന് പറഞ്ഞാൽ നമുക്ക് b ആയിട്ട് എടുക്കാം. b ആയിട്ട് എടുക്കാൻ നമുക്ക് എങ്ങനെ വരും? s is equal to be raised to minus kt എന്ന് പറയും. s is equal to be raised to minus kt. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷൻ. ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷൻ നമ്മൾ പഠിച്ച കാര്യം, ഓവർ ഡാംപ്ഡ് കണ്ടീഷനിൽ ഓസിലേഷൻ നടക്കുന്നില്ല, അത് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിക്രീസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? എക്സ്പോണൻഷ്യലി ആയിട്ട് ഡിക്രീസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ക്രിട്ടിക്കൽ ഡാംപ്ഡ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ ക്രിട്ടിക്കൽ ഡാംപ്ഡ് വരയ്ക്കുമ്പോൾ ഇവിടെ ഡിക്രീസ് ടൈമിനനുസരിച്ച്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഓവർ ഡാംപ്ഡ് ക്രിട്ടിക്കൽ ഡാംപ്ഡ് തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഡിസ്റ്റൻസ് ടൈം ട്രാവൽ ചെയ്താണ് ബി പൊസിഷനിൽ എത്തുന്നുണ്ടെങ്കിൽ, ഈ ക്രിട്ടിക്കലി ഡാംപ്ഡ് എന്താണ്? ക്രിട്ടിക്കലി ഡാംപ്ഡ് നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇവിടെ എത്തും, ബി പൊസിഷനിൽ എത്തും. അതാണ് ഇതിന്റെ ക്രിട്ടിക്കൽ ഡാംപ്ഡിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് മീൻ പൊസിഷനിൽ എത്തുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? കുറച്ച് സമയം കൊണ്ട് മാത്രം തന്നെ നമുക്ക് മീൻ പൊസിഷനിൽ എത്തും. പക്ഷെ അവിടെ എന്താണ്? ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കേയുടെ വാല്യൂ കുറഞ്ഞാൽ മാത്രമേ അവിടെ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യൂ. അപ്പോൾ നമുക്ക് പറയാം ഇതിന്റെ ഇടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് ആണ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡാംപ്ഡ്. ഓസിലേഷന്റെയും നോൺ ഓസിലേഷന്റെയും ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലി ഡാംപ്ഡ്. കാരണം അത് ഓസിലേഷൻ ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം കേയുടെ വാല്യൂ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ എന്ത് പറ്റും? ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും എന്താണ്? എക്സ്പോണൻഷ്യലി ആയിട്ടുള്ള ഡിഗ്രീസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, നമുക്ക് അടുത്ത കേസ് പഠിക്കാം. ആ കേസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്. അടുത്ത കേസ് എങ്ങനെയാണ് പറഞ്ഞത്? k സ്ക്വയറിന്റെ വാല്യൂ ഒമേഗ നോട്ട് സ്ക്വയറിനെക്കാട്ടി ചെറുതാവുന്ന കേസ്. അതിനെ പറയുന്നതാണ് അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചത്. ഏതൊരു കാര്യങ്ങളാണ് പഠിച്ചത്? ഒന്ന്
നമ്മൾ ക്രിട്ടിക്കലി ഡാംഡ് ഓസിലേഷൻ പഠിച്ചു, അവിടെ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതേപോലെ ഓവർ ഡാംഡ് പഠിച്ചു, അവിടെ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അടുത്ത കേസ് എന്ന് പറയുന്നത് അണ്ടർ ഡാംഡ് ഓസിലേഷൻ. അണ്ടർ ഡാംഡ് ഇതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? കെ സ്ക്വയറിന്റെ വാല്യൂ കെയുടെ വാല്യൂ ഒമേഗയെക്കാട്ടി കുറഞ്ഞു വരുന്നത്, കെ ലെസ് ദാൻ ഒമേഗ. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് എഴുതാം കെ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി. അപ്പൊ ഇവിടെ നമുക്ക് റൂട്ട് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒമേഗ നോട്ടായിട്ട് എടുക്കാം. കാരണം എന്താണ്? ഒമേഗയുടെ വാല്യൂ കെയുടെക്കാളും കൂടുതലാണ്. അതാണ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സൊല്യൂഷൻ എഴുതാം. S is equal to A1 e to the power minus k plus root k square minus omega naught square into t plus A2 e to the power minus k minus root k square plus k square minus omega naught square into t. മനസ്സിലായോ? ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്ത് എടുക്കാം? e raised to minus kt നമുക്ക് ഇവിടെ എടുത്തു നോക്കാം. അപ്പൊ e raised to ഇതിൽ നിന്ന് e raised to minus kt നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. e raised to minus kt a1 into e to the power root k square minus omega naught square into t plus a2 e to the power minus root k square minus omega naught square into. അപ്പോൾ ഇവിടെ നമ്മൾ k സ്ക്വയർ റൂട്ട് k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഉണ്ട്. കാരണം ഇവിടുത്തെ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് i ഒമേഗയുടെ ടേമിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. കാരണം ഒമേഗയുടെ വാല്യൂ എന്താണ്? k സ്ക്വയറിനെക്കാട്ടി വലുതാണ്. അപ്പോൾ മൈനസ് ഒമേഗ മൈനസ് k സ്ക്വയർ എന്ന് പറ്റും. മൈനസ് ഒമേഗ മൈനസ് k സ്ക്വയർ വരും. അപ്പോൾ അവിടെ എന്താ ഫംഗ്ഷൻ ആയിട്ട് വരും? i ഒമേഗയുടെ ഫംഗ്ഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം e raised to minus kt a1 e raised to k square minus I omega t plus a2 e to the power minus I omega t. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തത് മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്നാണ്. റൂട്ട് മൈനസ് ഒമേഗ സ്ക്വയർ ആണ് വരുന്നത്. അവിടെയാണ് നമ്മൾ I ഒമേഗ എടുത്തത്. a1 e raised to I omega t plus a2 e to the power minus I omega t. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സിമ്പിൾ ആയി കിട്ടും. അപ്പോൾ e raised to I തീറ്റയുടെ ഫോർമുല എങ്ങനെയാണ് പറഞ്ഞത്? cos theta plus I sin theta. e raised to I തീറ്റയുടെ ഫോർമുല എങ്ങനെയാണ് പറഞ്ഞത്? e raised to I തീറ്റയുടെ ഫോർമുല എങ്ങനെയാണ് പറഞ്ഞത്? cos theta plus I sin theta. ആ ഫോർമുലയിൽ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ s is equal to e raised to minus kt a1 e raised to I omega t square a1 cos omega t plus I sin omega t plus a2 cos omega t minus I sin omega t. നമ്മൾ ഒന്നും ചെയ്തില്ല. e raised to I omega t എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to I തീറ്റയുടെ ഫോർമുലയാണ് വന്നത്. അത് നമ്മൾ cos omega t plus I sin omega t plus a2 into cos omega t minus I sin omega t. Okay, now ഇവിടെ നമ്മൾ ഒന്ന് cos omega t ടേമെല്ലാം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. s is equal to e raised to minus kt a1 അല്ലെങ്കിൽ cos omega t കോമൺ ആയിട്ട് cos omega t into a1 plus a2 plus എന്ത് വരും? I into a1 minus a2 into sin omega ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ a1 പ്ലസ്
അതിൻ്റെ അത് കൊടുക്കുകയും ചെയ്യും. അതേപോലെ I into A1 minus A2 എന്ന് പറയുന്നതിലും ഒരു ടേം നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ A1 plus A2 എന്ന് പറയുന്നത് A1 plus A2 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? A0 sin phi. ഒന്ന് അസ്യൂം ചെയ്യുന്നേ ഉള്ളൂ. A0 sin phi ആയിട്ട് എടുക്കും. അടുത്തത് I into A1 minus A2. I into A1 minus A2 is equal to A0 cos phi. എന്താണ് ഈ phi കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന കാലത്തോളം ഇതെന്താണ് A1 plus A2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ സൈൻ ഫംഗ്ഷൻ കണ്ടെടുക്കുന്നത് അത് വേരി ചെയ്യുന്നത് നിങ്ങൾ നോക്കണ്ട. phi വെച്ചാണ് ചെയ്യുന്നത്. phi കോൺസ്റ്റന്റ് ആയി ഇരിക്കുന്ന കാലത്തോളം A1 plus A2 കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതും I into A1 minus A2 phi കോൺസ്റ്റന്റ് ആയി ഇരിക്കുന്നിടത്തോളം ഇതും എന്താണ് A1 minus A2 I into A1 minus A2 കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇക്വേഷൻ 2 3 get 1 ൽ കൊടുക്കാം. നമുക്ക് എങ്ങനെ പറയാം? x is equal to e raised to minus kt a1 into അല്ല cos omega അല്ലേ, അതിന് വരെ a1 plus a2 എന്ന് വരെ നമ്മൾ a0 sin phi ആണ്. അപ്പോൾ a0 sin phi into cos omega t plus I into a1 minus a2 എന്ന് വരെ a0 cos phi into sin omega ഒന്നും നമ്മൾ ചെയ്തില്ല. e raised to I theta ഫോർമുല എഴുതി cos omega ഉള്ള ടേം എല്ലാം ഒരുമിച്ച്. പിന്നെ നമ്മൾ ചെയ്ത ഇത് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഒരു a1 plus a2 എന്ന് പറയുന്നത് a0 sin phi നമ്മൾ അസ്യൂം ചെയ്തു. I into a1 minus a2 എന്ന് പറയുന്നത് a0 cos phi ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അത് കൂടെ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് e raised to minus kt into a0 sin phi cos omega t plus a0 cos phi sin omega. Okay, now ഈ a0 നമ്മൾ കോമൺ ആയിട്ട് കൊണ്ടുവരാം. അപ്പോൾ s is equal to a0 e raised to minus kt into എന്ത് വരും? sin phi cos omega t plus cos phi into sin omega. ഈ sin phi cos omega t plus cos phi sin omega t നമുക്ക് എങ്ങനെ എഴുതാം? sin phi cos omega t plus cos phi sin omega t നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എന്തായിട്ട് എഴുതാൻ പറ്റും? sin omega 0 t plus phi omega t plus phi. നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? sin phi cos omega t plus cos phi sin omega t sin into omega t plus phi എന്ന് എഴുതാം. Okay, now നമ്മൾ sin into omega t plus phi എന്ന് എഴുതി. അപ്പോൾ നമുക്ക് നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ വരും? s is equal to a0 e raised to minus kt into sin into omega t 0 t plus phi. This is the solution of this underdamped condition. This is possible to oscillation. Oscillation possible ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് underdamped condition. നമുക്ക് s is equal to a0 e raised to minus kt sin omega 0 t plus phi. നമ്മൾ നേരത്തെ പഠിച്ചു ഡാംപ്ഡ് ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? d square x by dt square plus 2k into dx by dt plus omega naught square is equal to 0. ഇതാണ് നമുക്ക് കിട്ടിയത് അല്ലേ? നമുക്ക് k എന്ന് പറഞ്ഞ ഡാംപിംഗ് കോഎഫിഷ്യന്റ് ആണ്. നമ്മൾ 2k എന്ന് പറഞ്ഞ എന്തായിട്ട് എടുത്തു? ഗാമ ബൈ m ആയിട്ട് എടുത്തു. അതേപോലെ ഒമേഗ നോട്ട് സ്ക്വയർ നമ്മൾ എന്തായിട്ട് എടുത്തു? c ബൈ m ആയിട്ട് എടുത്തു. ഒമേഗ നോട്ട് സ്ക്വയർ ഒമേഗ എന്തായിട്ട് റൂട്ട് c ബൈ m ആയിട്ട് റൂട്ട് c ബൈ m. ഓക്കേ, റൂട്ട് c ബൈ m. അപ്പോൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഒമേഗ നമ്മൾ എങ്ങനെ എടുത്തത്? ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു റൂട്ട് c ബൈ m. റൂട്ട് c ബൈ m മാത്രമേ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒമേഗ നോട്ട് എടുക്കൂ.
പക്ഷേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു രണ്ട് ടേം വരുന്നുണ്ട്. എന്തൊക്കെ ടേം വരുന്നുണ്ട്? ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ വരുന്നുണ്ട്. ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. അപ്പോൾ ഒമേഗ നോട്ട് എങ്ങനെ വരും? ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി ബൈ എം മൈനസ് ഈ 2k ഇവിടെ പോകുമ്പോൾ k മാത്രം വരുമ്പോൾ ഗാമ ബൈ 2 എന്ന് വരും. അപ്പോൾ ഗാമ സ്ക്വയർ ബൈ 4. അപ്പോൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒമേഗ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് സി ബൈ എം ആണ്. പക്ഷേ നമ്മുടെ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ അണ്ടർ ഡാംപ്ഡ് കണ്ടീഷനിൽ എന്ത് വരും? ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു റൂട്ട് സി ബൈ എം മൈനസ് ഗാമ സ്ക്വയർ ബൈ 4. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം സിമ്പിൾ ഹാർമോണിക് മോഷനിലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റൂട്ട് സി ബൈ എം മാത്രമേ വരുന്നത്. അതിനേക്കാൾ കുറഞ്ഞാണ് ഇവിടെ വരുന്നത് ഓസിലേഷൻ വരുന്നത്. ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു റൂട്ട് സി ബൈ എം ഇൻറ്റു ഗാമ സ്ക്വയർ ബൈ 4. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഓസിലേഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓസിലേഷൻ എങ്ങനെ ആയിരിക്കും? ആംപ്ലിറ്റ്യൂഡ് എക്സ്പോണൻഷ്യൽ ആയിട്ട് ടൈമിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ വരുന്നത്. എന്തൊക്കെയാണ് വരുന്നത്? ആംപ്ലിറ്റ്യൂഡ് എക്സ്പോണൻഷ്യൽ ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആംഗുലർ ഫ്രീക്വൻസി സിമ്പിൾ ഹാർമോണിക് മോഷനേക്കാളും കുറവാകുന്നു. കാരണം ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു റൂട്ട് സി ബൈ എം മൈനസ് ഗാമ സ്ക്വയർ ബൈ 4 ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു ഗ്രാഫ് കൊണ്ട് വരച്ച് നമുക്കത് ഒന്ന് ഫൈനലൈസ് ചെയ്യാം. അതിന്റെ ഗ്രാഫ് കൊണ്ട് വരയ്ക്കാൻ കുറച്ചുകൂടെ മനസ്സിലാക്കാം. അപ്പോൾ അതിന്റെ ഗ്രാഫ് നമുക്കൊന്ന് വരച്ച് നോക്കാം. അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ എക്സ് ആക്സിൽ എന്തായിട്ട് ടൈം ആയിട്ട് എടുത്തു. അറ്റ് t is equal to 0, y ആക്സിൽ എന്താ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഹാർമോണിക് ഓസിലേറ്റർ റെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ അതിനെ എക്സ്റ്റൻഷൻ ചെയ്ത് ഒരു എക്സ്ട്രീം പൊസിഷനിലോട്ട് പോയാൽ അതിന് നമ്മൾ a നോട്ട് കൊടുക്കും, അല്ല എക്സ്ട്രീം പൊസിഷനിൽ പോകും. അപ്പോൾ നമ്മൾ ഈ അണ്ടർ ഡാംപ്ഡ് കണ്ടീഷനിലാണെങ്കിൽ ഞാൻ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് എന്ത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നു, ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അണ്ടർ ഡാംപ്ഡ് കണ്ടീഷൻ. അതായത് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറേ നേരം കഴിയുമ്പോൾ ഓസിലേഷൻ എന്താണ്? ഓസിലേഷൻ കുറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വന്ന് എവിടെ വന്നിട്ട് മീൻ പൊസിഷൻ്റെ അകത്ത് റെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഓവർ ഡാംപ്ഡ് ഓടിച്ചപ്പോൾ എങ്ങനെയാണ്? ഓവർ ഡാംപ്ഡ് ഓസിലേഷൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓസിലേഷൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ കുറേ സമയം ഇങ്ങനെ വന്ന് മീൻ പൊസിഷനിൽ കുറെ കഴിയുമ്പോൾ ടൈമിനനുസരിച്ച് എക്സ്പോണൻഷ്യലി ആയിട്ട് കുറഞ്ഞ് ലാസ്റ്റ് മീൻ പൊസിഷനിൽ വന്ന് റെസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ക്രിട്ടിക്കൽ ഡാംപ്ഡ് കണ്ടീഷൻ എങ്ങനെയാണ്? ക്രിട്ടിക്കൽ ഡാംപ്ഡ് കണ്ടീഷൻ എന്താണ്? അതിന് കുറച്ച് സമയം മാത്രം മതി. അതിന്റെ ക്രിട്ടിക്കൽ ഡാംപ്ഡ് കണ്ടീഷനിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ മീമോസിൽ, പക്ഷേ ഓസിലേഷൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അണ്ടർ ഡാംപ്ഡ് കണ്ടീഷനിൽ മാത്രമേ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു. ഇത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഡാംപ്ഡ് ഹാർമോണിക് മോഷൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിന്റെ ഏതൊക്കെ മോഷനാണ്? ഇത് വരുന്ന ഏതൊക്കെ മോഷനാണ്? ഇത് അണ്ടർ ഡാംപ്ഡ് കണ്ടീഷനാണ്. ഇതെന്താണ്? ഇത് ഏത് കണ്ടീഷനാണ്? ഈ കണ്ടീഷൻ ക്രിട്ടിക്കൽ ഡാംപ്ഡ് കണ്ടീഷൻ. ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷൻ. ഇത് ഏത് കണ്ടീഷനാണ്? ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ ഡാമ്പിംഗ് ഹാർമോണിക് ഓസിലേറ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തു, ഒരു സൊല്യൂഷൻ ഫോം ചെയ്തു. അതിൻ്റെ അകത്ത് 3 കണ്ടീഷൻ, അതിൻ്റെ അകത്ത് ഓവർ ഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ് ആൻഡ് ക്രിട്ടിക്കൽ ഡാംപ്ഡ്. ഓക്കെ, താങ്ക് യു.